വെൽക്കം ഡോക്ടർ പോൾ ബി മാത്യു, ദ ഹാബിറ്റ് ബിൽഡർ. ഇന്ന് ഒരു നല്ല ഹാബിറ്റിനെ കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഈ ഹാബിറ്റ് ഫോളോ ചെയ്യുന്നത്. സ്കൂളുകളിലാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ഈ കാര്യത്തെക്കുറിച്ച് കാര്യമായി പറയുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സാമ്പത്തികമായ അച്ചടക്കം. പലപ്പോഴും പല ആളുകളും കാണാറുണ്ട്, പണമില്ല, കടമായി, നഷ്ടം പറ്റി, ഒരാവശ്യം വന്നപ്പോൾ എമർജൻസി ആയിട്ട് പണമില്ല. ഈ സമയത്ത് ബ്ലേഡിൽ മേടിക്കുകയും പിന്നീട് കടമാകുകയും അങ്ങനെ ജീവിതം വലിയ ദുരന്തത്തിലേക്കും ആത്മഹത്യയിലേക്കും പോകുന്ന ആളുകളെ കാണാറുണ്ട്. അപ്പോൾ ഈ ഒരു ദുരന്തം നമുക്ക് വരാതിരിക്കാനായിട്ട്, സാമ്പത്തികമായി ഭദ്രത ഉണ്ടാകാനായിട്ട്, സാമ്പത്തികമായി അച്ചടക്കം നേടുവാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ധാരാളം പുസ്തകങ്ങളുണ്ട്. പക്ഷേ പുസ്തകങ്ങൾ പേരൊന്നും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിലും ഒരു 8ഓളം പ്രധാനപ്പെട്ട ഹാബിറ്റുകൾ സാമ്പത്തിക മേഖലയിൽ നാം ചെയ്യേണ്ടതിനെക്കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമത്തെ കാര്യമാണ് സേവ് എയർലി. എത്രയും നേരത്തെ നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ അത്രയും നേരത്തെ സേവ് ചെയ്യുക. പലപ്പോഴും നമുക്ക് കിട്ടുന്നതെല്ലാം നാം സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. എന്നാൽ എത്രമാത്രം നാം സേവ് ചെയ്യുന്നുണ്ട്, എത്രയും നേരത്തെ നാം സേവ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് പല ഓപ്ഷൻസ് ആകാം. ഗോൾഡ് ആയിരിക്കാം, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിരിക്കാം, ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഏറ്റവും നല്ല സ്റ്റോക്ക് ഓപ്ഷൻസ് ആയിരിക്കാം. ഇങ്ങനെ നമ്മുടെ വരുമാനത്തിൻ്റെ ചുരുങ്ങിയത് ഒരു 10% നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. അത് എത്രയും നേരത്തെ തുടങ്ങുന്ന വഴി, ഞാൻ നേരത്തെയും പറഞ്ഞു, മണി കോമ്പൗണ്ട് ചെയ്യുക, ഇരട്ടിക്കുക എന്നുള്ള ആശയമല്ല. അങ്ങനെ ഇരട്ടിച്ചാൽ, കോമ്പൗണ്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിയും ഫിനാൻഷ്യൽ ഫ്രീഡവും ഫിനാൻഷ്യൽ ഡിസിപ്ലിനും ഉണ്ടാകുകയുള്ളൂ എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യമാണ് ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കുക. നമ്മൾ ചിലവഴിക്കുന്ന പണം എങ്ങനെയെല്ലാമാണ് ചിലവഴിക്കപ്പെടുന്നത്. പലപ്പോഴും പല മൊബൈൽ ആപ്ലിക്കേഷൻസ് എല്ലാം ഞാനും ഉപയോഗിക്കാറുണ്ട്. എൻ്റെ പണം എങ്ങനെയാണ് ഞാൻ ചിലവാക്കുന്നത്, എങ്ങനെയാണ് സേവ് ചെയ്യുന്നത്, അത് മനസ്സിലാക്കി കഴിയുമ്പോൾ എനിക്ക് എൻ്റെ ഒരു മാസത്തെ ബഡ്ജറ്റ് കാൽക്കുലേറ്റ് ചെയ്യുവാനും ആവശ്യമുള്ളതാണോ അനാവശ്യമുള്ളതാണോ തുടങ്ങിയതായിട്ടുള്ള സജഷൻസ് ആപ്ലിക്കേഷൻ ലഭിക്കുകയും അങ്ങനെ ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യുവാനും സാധിക്കാറുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലും ഒരു മാസ ബഡ്ജറ്റ് അല്ലെങ്കിൽ വാർഷിക ബഡ്ജറ്റ് ഉണ്ടോ? നിങ്ങളുടെ കിട്ടുന്ന പണം എങ്ങനെയാണ് ചിലവാക്കുന്നത്, ഏതെല്ലാം മേഖലയാണ് ചിലവാക്കുന്നത്, അതുപോലെ തന്നെയാണ് ചിലവാക്കുന്നത് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് മോണിറ്റർ എന്ന് പറയുന്നത്. മോണിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടെന്ന് പറഞ്ഞു, ബഡ്ജറ്റ് ഉണ്ടാക്കി, പക്ഷേ അത് കൃത്യമായിട്ടാണ് ഫോളോ അപ്പ് ചെയ്യുന്നത്. ചുമ്മാ ബഡ്ജറ്റ് ഉണ്ടാക്കിക്കൊണ്ട് കാര്യമില്ലല്ലോ. അതിന് മേലെ മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ സാധിക്കും. നാം കൃത്യമായി ഓഡിറ്റ് ചെയ്താൽ നമുക്ക് അറിയുവാൻ സാധിക്കും നാം ഉപയോഗിക്കുന്ന പണം വളരെ കൃത്യവും വ്യക്തവുമായി നാം ഉദ്ദേശിച്ചതുപോലെയാണോ ചെയ്യുന്നത്, ദൂർത്തായിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, വയസ്സല്ലാതെ ഡിസിഷൻ എടുക്കുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമ്മുടെ ചിലവുകൾ അല്ലെങ്കിൽ നമ്മുടെ കണക്കുകൾ വളരെ കൃത്യമായി മോണിറ്റർ ചെയ്യുക. ഏറ്റവും ചുരുങ്ങിയത് മാസത്തിലൊരിക്കലെങ്കിലും അല്ലെങ്കിൽ 3 മാസം കൂടുമ്പോഴെങ്കിലും നമ്മുടെ വരുമാനം നാം എങ്ങനെയാണ് ചിലവഴിച്ചത്, നമുക്ക് എത്ര ബാലൻസ് ഉണ്ട് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് വ്യക്തമായ ബോധ്യമുണ്ടാക്കുക. ബജറ്റ് എന്ന് പറയുന്നത് കണക്കുണ്ടാക്കാൻ മാത്രമല്ല, അത് മോണിറ്റർ ചെയ്യേണ്ടതും ഇവാലുവേറ്റ് ചെയ്യേണ്ടതുമാണെന്ന് ഓർക്കുക. നാലാമതാണ് അൺവാണ്ടഡ് സ്പെൻഡിങ്. ലോകത്തിലെ ഒട്ടനവധി ആളുകൾ പരാജയപ്പെടാൻ, കടക്കാരാകാൻ ഇടയായതിൻ്റെ കാരണം അൺവാണ്ടഡ് സ്പെൻഡിങ് ആണ്. ഇമ്പൾസീവ് ബൈയിങ്, ഇമ്പൾസീവ് പർച്ചേസ് എന്നെല്ലാം പറയും. ചുമ്മാ കടയിൽ പോകും, കാണുന്നതെല്ലാം മേടിക്കും. മൊബൈലിൽ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുമ്പോൾ കാണുന്നതെല്ലാം മേടിക്കും. പണമില്ലെങ്കിൽ EMI എടുക്കും, ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കും, അടയ്ക്കാൻ പറ്റാതെ വരുന്നു, കടമുണ്ടാകുന്നു. അപ്പോൾ ഒരു സാധനം മേടിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ തീർച്ചയായും അന്ന് മേടിക്കാതിരിക്കുക. കഴിയുമെങ്കിൽ ഒരാഴ്ച 2 ആഴ്ച കഴിഞ്ഞിട്ട് മേടിക്കാൻ ശ്രമിക്കുക. ഇമ്പൾസീവ് ബൈയിങ് ഒഴിവാക്കുക. മറ്റുള്ളവരെ സംതൃപ്തിപ്പെടുത്താനായി, ദൂർത്തടിക്കാനായി, മറ്റുള്ളവരെ കാണിക്കാനായി വലിയ വാഹനങ്ങൾ വാങ്ങുക, വലിയ ബ്രാൻഡഡ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക, വലിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുക, അവസാനം കടക്കണിയിൽ വീണു പോകാതിരിക്കാനായി അൺവാണ്ടഡ് സ്പെൻഡിങ്. തിങ്ക് ട്വൈസ് ബിഫോർ സ്പെൻഡിങ് എ സിംഗിൾ പെന്നി എന്നുള്ള ചിന്ത എപ്പോഴും നിങ്ങളെ ഫോളോ ചെയ്യട്ടെ. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ കൈവശം ഒരു എമർജൻസി ഫണ്ട് ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ പെട്ടെന്നൊരു ആവശ്യം വന്നാൽ, ഒരു ആശുപത്രി വന്നാൽ, അല്ലെങ്കിൽ രോഗം വന്നാൽ, അതല്ലെങ്കിൽ പെട്ടെന്നൊരു കാര്യം ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പണം എടുക്കാൻ കയ്യിലുണ്ടോ? നിങ്ങളുടെ വരുമാനത്തിൻ്റെ 6 ഇരട്ടിയെങ്കിലും ഒരു എമർജൻസി ഫണ്ടായി, കണ്ടിൻജൻസി ഫണ്ടായി കരുതണമെന്നുള്ളതാണ് പറയുന്നത്. തീർച്ചയായും ആലോചിക്കുക, കണ്ടിൻജൻസി ഫണ്ടുണ്ടോ, എമർജൻസി ഫണ്ടുണ്ടോ? അതല്ലെങ്കിൽ നാം കടക്കാരാകുവാനും കടം മേടിക്കുവാനും നമ്മെ ആളുകൾ ചൂഷണം ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആറാമത്തെ കാര്യമാണ് ഡെറ്റ്, കടം. നിങ്ങൾ എത്രമാത്രം കടം വാങ്ങുന്നവരാണ്, എത്രമാത്രം ക്രെഡിറ്റ് ഉപയോഗിക്കുന്നവരാണ്, എത്രമാത്രം ബ്ലേഡ് പലിശയ്ക്ക് പണം മേടിക്കുന്നവരാണ്, നിങ്ങളിപ്പോൾ എത്ര കടമാണോ ഉള്ളത്, നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന കടമാണോ ഉള്ളത്? വലിയ കടമാണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ കടമാണെങ്കിലും എത്രയും പെട്ടെന്ന് തീർക്കുവാനായിട്ട് ശ്രമിക്കുക. വലിയ കടത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് ഏറ്റവും ബുദ്ധിയെന്ന് ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസിനെ കുറിച്ചും ഫിനാൻഷ്യൽ ഫ്രീഡത്തെക്കുറിച്ചും പറയുന്ന ആളുകളെല്ലാം പറയുന്ന കാര്യമാണ്. ഡെറ്റ് ഉണ്ടെങ്കിൽ ഒരു വിധത്തിൽ നമുക്ക് സമാധാനമില്ല എന്ന് പറയാം. ലോൺ അടയ്ക്കണം, EMI അടയ്ക്കണം, കടക്കാർ ചോദിക്കാൻ വരുന്നു, അവഹേളിക്കുന്നു, ചീത്ത വിളിക്കുന്നു, ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു. ഇങ്ങനെ ഡെറ്റ് എപ്പോഴും നമ്മെ പുതിയ അല്ലെങ്കിൽ ഏറ്റവും പുതിയതായിട്ടുള്ള കെണികളിലേക്കും നിരാശയിലേക്കും നയിക്കാനിടയുണ്ട്. ഡെറ്റ് എത്രയും പെട്ടെന്ന്, കടം എത്രയും പെട്ടെന്ന് ഒഴിവാക്കുവാൻ ശ്രമിക്കുന്നു, അത്രയും സമാധാനം നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകുമെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഡെറ്റ് ഒഴിവാക്കുക. ഏഴാമത്തെ കാര്യമാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഹെൽത്ത് ഇൻഷുറൻസോ അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസോ ഉണ്ടാകണമെന്നല്ല, ഉണ്ടായിരിക്കണം. ഒരു അസുഖം വന്നാൽ ചിലപ്പോൾ
നാം പെട്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ മുഴുവൻ വിറ്റാലും തീരാത്ത വിധത്തിൽ പണം ചിലവാക്കേണ്ട ആവശ്യം വരാറുണ്ട്. വലിയ അസുഖങ്ങൾ വന്നാൽ നാം കടം മേടിക്കേണ്ടതും വലിയ ദാരിദ്ര്യത്തിലേക്ക് പോകേണ്ടതും ഇടയാകാറുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചറായി അല്ലെങ്കിൽ ദരിദ്രരാകാൻ കാരണം ഈ ഹോസ്പിറ്റൽ ചിലവുകളാണ്. വളരെ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ഹോസ്പിറ്റൽ ചിലവഴിക്കുകയും അതിനെ കടം വാങ്ങുകയും അങ്ങനെ നമ്മുടെ ജീവിതം തകർന്നു പോകാനും ഇടയുണ്ട്. അതുകൊണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് എത്ര വലിയ തുകയാണെങ്കിലും അതെടുക്കുവാനായിട്ട് ശ്രമിക്കേണ്ടത് ആവശ്യമാണ്. ഒപ്പം തന്നെ ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് എടുക്കാം. നമുക്ക് എന്തെങ്കിലും എമർജൻസി സംഭവിച്ചാൽ, അത്യാവശ്യം സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന് താങ്ങും തണലുമാകേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി അല്ലെങ്കിൽ ഒരു ഇൻഷുർഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്കോ അല്ലെങ്കിൽ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഒരു പ്രശ്നം വന്നാൽ അവർക്ക് സുഖമായി അല്ലെങ്കിൽ സമാധാനത്തോടെ ജീവിക്കാനുള്ള സാമ്പത്തിക സ്രോതസ് ഉണ്ടാകുമെന്നും ഓർത്തിരിക്കുക. എട്ടാമത്തെ കാര്യം ടാക്സ് സേവിംഗ് ആണ്. പല രീതിയിൽ നമുക്ക് ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കും. ടാക്സ് ഇവേഡ് ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷേ വൈസായി പ്രവർത്തിച്ചാൽ നമുക്ക് നമ്മുടെ വരുമാനത്തെ നല്ല രീതിയിൽ യൂസ് ചെയ്യുവാനും ടാക്സ് സേവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഈ 8 കാര്യങ്ങൾ നാം പറയുന്നതിൻ്റെ കാരണം പണം എന്ന് പറയുന്നത് തീർച്ചയായും സന്തോഷത്തിനും സമാധാനത്തിനും ആവശ്യമാണ്. ജീവിതം ആസ്വദിക്കണമെങ്കിൽ പണം ആവശ്യമാണ്. കടം വന്നാൽ സമാധാനം പോവും. കടം വന്നാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും സ്വന്തം ഭാര്യയും ഭർത്താവും എല്ലാം നമ്മൾ ഉപേക്ഷിച്ച് പോകാനുള്ള സാഹചര്യമുള്ള കാര്യമാണ് പണമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആർക്കും ഈ ഒരു അവസ്ഥ വരാൻ പാടില്ല. പണത്തെ സ്നേഹിക്കുക, പണത്തിന് വേണ്ടി നാം വയസ്സായി പ്രവർത്തിക്കുക, അതെല്ലാം നല്ല കാര്യമാണ്. പക്ഷേ ഒരിക്കലും കടത്തിലേക്കോ സാമ്പത്തികമായ അച്ചടക്കമില്ലാതെ നാം നാശത്തിലേക്ക് പോകാൻ ഇടയാകരുത്. തീർച്ചയായും ചിന്തിക്കുക. ദ പവർ ഓഫ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. This is Dr. Paul V. Matthew, the Habit Builder, signing off.